കഴിഞ്ഞ 10 കൊല്ലം സമാനതകളില്ലാത്ത വികസനത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം രാജാക്കാട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൈൽ പൈപ്പും ദേശീയപാതകളും വയനാട് തുരങ്കവുമൊക്കെ കേരളത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങളുടെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. ഇടുക്കിയിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേയും വിഴിഞ്ഞം തുറമുഖവുമൊക്കെ വികസനത്തിന്റെ മുഖമുദ്രകളായെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എവിടെയാണ് ഈ പണമുള്ളതെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഒരു വീട് പോലും എടുത്തില്ല, ഒരു കല്ല് പോലും അവിടെ വെച്ചില്ല. 1.5 മാസം മുമ്പ് കല്ലിട്ടു, തറക്കല്ലിട്ടു. പക്ഷെ ആ തറക്കല്ല് പോലും ഇപ്പോൾ അവിടെ കാണാനില്ല. 3.5 ഏക്കർ സ്ഥലം കൊണ്ട് 230 വീട് എങ്ങനെ എടുക്കുക? കോൺഗ്രസിന് 100 വീട്, യൂത്ത് കോൺഗ്രസിന് 30 വീട്, രാഹുൽ ഗാന്ധിക്ക് 100 വീട്. എവിടെ? ഒരു ദുരന്തം വന്ന സന്ദർഭത്തിൽ പണം മുഴുവൻ വാങ്ങിയിട്ട് ഒരു അഡ്രസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഈ കൈകാര്യം ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെ കേരളം ഏൽപ്പിക്കും? നിങ്ങൾ ഈ മുഴുവൻ വിഴുങ്ങിയല്ലേ? നിങ്ങൾ ഈ പണം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇലക്ഷൻ പ്രവർത്തനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ജനങ്ങളുടെ പൈസയാണെന്ന് ശരിയാ, പക്ഷേ ഒരൊറ്റ വീടെടുക്കാൻ നിങ്ങൾ തയ്യാറായോ? അവിടെ ടൗൺ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് 178 വീട് എടുത്ത് പൂർത്തിയാക്കി കൈമാറിക്കഴിഞ്ഞു. അത്യാവശ്യം ചില പണി കൂടി കഴിഞ്ഞാൽ വിഷുവാകുമ്പോഴേക്ക് അവിടെ ഈ 178 വീടിനെയും ആളുകൾക്ക് താമസിക്കാനാവും. എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള വീടാണ്. ഞാൻ അവിടെ പോയി കണ്ടതാണ്. അപ്പൊ കളവന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗുകാരും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമുകാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പറഞ്ഞു SIR ആരാ? പിണറായി വിജയന് തോന്നിയാണ്. SIR-നെതിരായിട്ട് പ്രമേയം പാസാക്കി. രാജാക്കാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ LDF ഉടുമ്പൻചോല മണ്ഡലം ചെയർമാൻ CU ജോയി അധ്യക്ഷത വഹിച്ചു. M മണി MLA, CV വർഗീസ്, NB സുനിൽകുമാർ, സുമ സുരേന്ദ്രൻ, പ്രിൻസ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.